അരുൺ, അതോടൊപ്പം തന്നെ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധവളപത്രത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അംഗീകാരം കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും LDFിൻ്റെ ഭാഗത്തു നിന്നൊരു ബദൽ നീക്കത്തിന് സാധ്യതയുണ്ട്. 2011 നമ്മൾ കണ്ടതാണ്. ആ ഒരു സാധ്യതയിലേക്കും കൂടി കാര്യങ്ങൾ നീങ്ങുമെന്ന് വേണോ കണക്കാക്കാൻ? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രത്തിനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ആ ധവളപത്രം അല്പസമയത്തിനകം നിയമസഭയിൽ ടേബിൾ ചെയ്യുമ്പോൾ നിയമസഭാ നടപടികൾ ആരംഭിച്ചു. ശൂന്യവേളയിൽ ശ്രദ്ധ ക്ഷണിക്കലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന് ശേഷം ധവളപത്രം സഭയിൽ വയ്ക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപടിക്രമം അത് തന്നെയാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാകും ധവളപത്രം സഭയിൽ ടേബിൾ ചെയ്യുക. ശ്രദ്ധ ക്ഷണിക്കൽ 2 ശ്രദ്ധ ക്ഷണിക്കൽ കഴിഞ്ഞാൽ ആ നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കും. ഏതാണ്ട് 9:30 മുമ്പ് തന്നെ 9:15 കഴിയുമ്പോൾ തന്നെ ധവളപത്രം സഭയിൽ ടേബിൾ ചെയ്യും. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി ധവളപത്രത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കും. പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രമാകും ഇന്ന് സഭയിൽ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഓരോ ദിവസവും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പറഞ്ഞിരുന്നു. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് തങ്ങളെ ഏൽപ്പിച്ച് പിണറായി സർക്കാർ പടിയിറങ്ങിയതെന്ന് UDF ആരോപിച്ചു. എന്നാൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ 5500 കോടി രൂപ എങ്ങനെ ബാക്കി വന്നു എന്ന ചോദ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വച്ചത്. നികുതി ചോർച്ച, നികുതി വരാനുള്ള വഴികൾ അടച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായങ്ങളുണ്ട്. പെട്രോളിയം സെസ് ഏർപ്പെടുത്തി 2% സെസ് ഏർപ്പെടുത്തിയ വരുമാനമുണ്ട്. അധിക നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമുണ്ട്. അതൊക്കെ എവിടെ പോയെന്ന ചോദ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ധവളപത്രം വിസ്മയമായി മാറുമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും എന്താണ് സംസ്ഥാനത്തെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി, LDF ഭരണകാലത്ത് സംസ്ഥാനത്തെ ഖജനാവിന്റെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയൊക്കെ അതിൽ നികുതി ചോർച്ചയുണ്ടായി, അത് സർക്കാരിന്റെ പിടിപ്പുകേട് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ ധവളപത്രം വ്യക്തത വരുത്തും. UDFന്റെ ധവളപത്രത്തിന് ബദൽ ധവളപത്രവുമായി CPM വൈകാതെ രംഗത്ത് വരും. ധവളപത്രം വന്ന ശേഷം അതിലെ ഓരോ വാദത്തെയും ഖണ്ഡിക്കാനുള്ള കാര്യങ്ങൾ CPM കേന്ദ്രങ്ങൾ തയ്യാറാക്കും. 2011 അന്നത്തെ UDF സർക്കാർ ധവളപത്രം പുറത്തിറക്കിയപ്പോൾ LDF ബദൽ ധവളപത്രവുമായി രംഗത്ത് വന്നിരുന്നു. ഹരി, അതാണ് സാഹചര്യം. എന്തായാലും മന്ത്രിസഭയിൽ വയ്ക്കും എന്നുള്ളതാണ്. മന്ത്രിസഭ അംഗീകാരം ലഭിച്ചിരിക്കുന്ന ധവളപത്രത്തിന്. ഇനി എന്താണ് സാഹചര്യം എന്നുള്ളതാണ്. ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണോ എന്നുള്ളതിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. 9:30 മുമ്പേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.